പ്രവാസി മലയാളികൾക്ക് പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ UAE-യിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷകരമായ ഒരു വാർത്ത അത് 2030 സംഭവിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നത്. മറ്റൊന്നുമല്ല, ട്രെയിനിൽ നമുക്ക് മുംബൈയിൽ നിന്ന് ദുബായിലേക്ക് പോകുന്ന ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ വിമാനത്തിൽ ദുബായിലെത്താനുള്ള സമയം ഏതാണ്ട് 4 മണിക്കൂറിനടുത്ത് സമയമെടുക്കും. ഈ ട്രെയിനിൽ മുംബൈയിൽ നിന്ന് ദുബായിലേക്ക് പോവുക എന്ന് പറയുന്നത് അത്ര അസാധ്യമായ ഒരു കാര്യമല്ല എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരുന്നത്. അത് ഒരുപക്ഷെ ഈ ദുബായ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദിക്കാവുന്ന ഒരു വാർത്തയായി അത് മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ വേഗം മുന്നോട്ട് പോകുന്നുവെന്നും ഏതാണ്ട് അത് അതിൻ്റെ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. മുംബൈയിൽ നിന്ന് ദുബായ് വരെ സമുദ്രത്തിനടിയിലൂടെ ഒരു റെയിൽ ശൃംഖല എന്ന ആശയമാണ് ഇപ്പോൾ കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഗൾഫ് രാജ്യങ്ങളുമായി നമുക്കറിയാം ഇന്ത്യക്ക് ഏറ്റവും അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ഏതാണ്ട് 2000 കിലോമീറ്റർ വരുന്ന അണ്ടർ വാട്ടർ റെയിൽ ലിങ്ക് സ്ഥാപിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇന്ത്യയെ UAE യാത്രയിൽ വിപ്ലവം സൃഷ്ടിച്ചേക്കാവുന്ന ഒരു പ്രോജക്റ്റിലേക്ക് കാര്യങ്ങൾ അന്തിമമായി എത്തുന്നു എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞത് 2030 ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കുന്ന വിധത്തിലുള്ള ഏതാണ്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ അന്തിമഘട്ടത്തിലാണ് എന്നാണ് വിവരങ്ങൾ പുറത്തുവിടുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ അത്ഭുതമായി മാറുകയും വലിയ തോതിൽ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ യാത്രയായി അത് മാറുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരത്തിൽ ഒരു യാത്ര, അതായത് മണിക്കൂറിൽ ഇത് 600 മുതൽ 1000 വരെ കിലോമീറ്റർ വേഗത്തിലാകും ഈ സമുദ്രത്തിനടിയിലൂടെയുള്ള റെയിൽ യാത്ര എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ആയാൽ വെറും 2 മണിക്കൂർ കൊണ്ട് ദുബായിൽ നിന്ന് നമുക്ക് മുംബൈയിൽ ഇന്ത്യയിലേക്ക് വന്നു പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കൗതുകവും ഇതിൻ്റെ ഒരു അട്രാക്ഷനും. അതുതന്നെ സംഭവിച്ചാൽ എത്ര വലിയ വിപ്ലവമായിരിക്കും എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഒപ്പം ഈ സമുദ്രത്തിനടിയിലൂടെയുള്ള കേവലം യാത്ര മാത്രമല്ല, വലിയ തോതിലുള്ള അത്ഭുതങ്ങൾ കൂടി സഞ്ചാരികൾ കാണത്തക്ക വിധത്തിൽ ഇതൊരു ടൂറിസം അതിൻ്റെ ഒരു സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു പ്രോജക്റ്റിലേക്ക് സർക്കാരുകൾ കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കത്തിനും സഹായകരമായ രീതിയിലായിരിക്കും ഈ പ്രോജക്റ്റ് വിഭാവനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 2030 വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം അനുമതികൾ ലഭിച്ചു കഴിഞ്ഞാൽ ഈ റെയിൽവേ ശൃംഖലയുടെ നിർമ്മാണം 2030 വർഷത്തോടുകൂടി പൂർത്തിയാക്കും എന്നുള്ളതാണ്. നമുക്കറിയാം ക്രൂഡ് ഓയിലുമായൊക്കെ ബന്ധപ്പെട്ട് ഇന്ത്യയും ദുബായുമായി ഒരുപാട് ഇടപാടുകൾ നടക്കുന്ന ഒരു സമയമാണിത്. ആ സമയത്ത് തന്നെ ഇത്തരം ഒരു അണ്ടർ വാട്ടർ പ്രോജക്റ്റ് വരുമ്പോൾ അതിനുള്ള സ്ഥല സൗകര്യവും അതിനുള്ള സംവിധാനവും ഒക്കെ ഒരുങ്ങി വരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ടതായി ഇപ്പോൾ ക്രൂഡ് ഓയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിവിടുന്നത് കപ്പലിൽ കൂടിയാണ്. കപ്പലിൽ കൂടി കയറ്റിവിടുമ്പോൾ അതിന് വലിയ തോതിലുള്ള ചെലവ് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ചെലവ് വഹിക്കേണ്ടത് പ്രധാനമായും ഇന്ത്യ തന്നെയാണ്. ആ ചെലവ് നമ്മുടെ പെട്രോളിയം വിലയൊക്കെ വലിയ കാര്യമായി സ്വാധീനിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇത്തരത്തിൽ തീവണ്ടി മാർഗം സമുദ്രത്തിനടിയിലൂടെ ക്രൂഡ് ഓയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് ആ മേഖലയിൽ ഉണ്ടാക്കുന്ന വിപ്ലവം അതൊട്ടും ചെറുതായിരിക്കില്ല എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. UAE നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡാണ് ഇത്തരമൊരാശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ട്രാൻസ്പോർട്ടേഷൻ സംബന്ധമായ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ പുനഃക്രമീകരിക്കുന്നതിൻ്റെയും യാത്രാ സംബന്ധമായി UAE-ക്ക് മുൻഗണന നൽകുന്നതിൻ്റെയും ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രോജക്റ്റുമായി UAE നാഷണൽ അഡ്വൈസർ ബ്യൂറോ മുന്നോട്ട് വരികയും മറ്റും ചെയ്തത്. ആ ചർച്ചകൾ അത് ഏതാണ്ട് അന്തിമഘട്ടത്തിലാണ് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്വപ്ന പദ്ധതിയിലേക്ക് അടുക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ റെയിൽവേ പദ്ധതി കടന്നു പോകുന്ന രാജ്യങ്ങളുണ്ട്. അതായത് സാധ്യതാ പഠനത്തിനും വിവിധ പരിശോധനകൾക്കുമൊക്കെയായി ഈ റെയിൽവേ പദ്ധതി കടന്നു പോകുന്ന നിരവധി രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളുടെ കൂടി അനുമതി ആവശ്യമാണ്. അത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ തോതിലുള്ള ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് വെല്ലുവിളികൾ നേരിടുന്ന ഒരു പ്രോജക്റ്റ് കൂടിയാണിത്. അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരും, പഠനങ്ങളും വേണ്ടിവരും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പറഞ്ഞതുപോലെ 2030 ഇങ്ങനെയൊരു പാത യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് ഈ രംഗത്തുണ്ടാക്കുന്ന മാറ്റം ചെറുതായിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എന്നുള്ളത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കൊൽക്കത്ത ഈസ്റ്റ് വെസ്റ്റ് മെട്രോയിലെ ഹൗറ മൈതാനിയിൽ നിന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്ത് വലിയ ജനത്തിരക്ക് ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു വിജയമാണ് ഈ കൊൽക്കത്തയിലെ ഈ അണ്ടർ വാട്ടർ മെട്രോ. അത് വലിയൊരു പ്രോജക്റ്റായി മാറിയിട്ടുണ്ട്. ഏതാണ്ട് ഹൗറ മൈതാനി എക്സ്പ്ലനേഡുമായി ബന്ധിപ്പിക്കുന്ന മെട്രോ പാതയ്ക്ക് മൊത്തം 4.8
കിലോമീറ്റർ ദൂരമുണ്ട്. ഇതിൽ 520 മീറ്റർ ദൂരമാണ് ഇത്തരത്തിൽ അണ്ടർ വാട്ടർ മെട്രോ ഹൂഗ്ലി നദിക്കടിയിലൂടെ കടന്നു പോകുന്നത്. ഈ ഹൂഗ്ലി നദിയുടെ അടുത്തിട്ടുള്ള ടണലുകൾ വലിയ എഞ്ചിനീയറിംഗ് വിസ്മയമായൊക്കെ കണക്കാക്കപ്പെടുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. അങ്ങനെ കൊൽക്കത്ത മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ വലിയൊരു പ്രോജക്റ്റായി അത് മാറുകയും അത് യാഥാർത്ഥ്യമാക്കുകയും ഒക്കെ ചെയ്ത ഒരു രാജ്യം കൂടിയാണിത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് മുന്നിൽ വലിയൊരു സാധ്യതയായി ദുബായ് മുംബൈ മെട്രോ, അതായത് ഈ അണ്ടർ വാട്ടർ മെട്രോ എന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അത്തരത്തിലുള്ള ചർച്ചകൾ അത് സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്.